യുവജനസംഘടനയുടെ ആരംഭമായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, യൗവനകാലത്തിൽ കർത്താവിനെ ചിന്തിക്കുകയും കർത്താവിന് വേണ്ടിയിട്ട് അനേക കാര്യങ്ങൾ ചെയ്യുവാനും ഈ നാളുകളിൽ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആരാധനയെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. സഭയിലും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് ക്ലാസ് എടുക്കുന്ന പ്രിയ സാറിനെയും നമ്മുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവിക ജ്ഞാനം ഓരോരുത്തരും പകരുവാൻ അങ്ങ് സഹായിക്കുന്നുവല്ലോ, അതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ ആരാധന ആരംഭിക്കുന്നു. അവസാനം വരെയും ദൈവിക സാന്നിധ്യം പകരും. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യത്തെ പാട്ട് അലീന എസ് സജീവൻ, സങ്കീർത്തനം സജിലേഖ, വേദഭാഗം ഋതി എസ് റോയ്, മധ്യസ്ഥ പ്രാർത്ഥന സജീവൻ, സ്പെഷ്യൽ പ്രോഗ്രാം ഡോക്ടർ അരുൺ രാജ്. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 51-ാമത്തെ ഗീതം 1, 2, 3 സ്റ്റാൻസ്. സങ്കീർത്തനങ്ങൾ 111 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 111 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരിലോടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ 22 വരെ. മത്തായി 21-ാം അധ്യായം 18 മുതൽ 22 വരെ.
രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കെ ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളിലും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു. ഈ വായിച്ചിട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. അല്പസമയം തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. കരുണാസമ്പന്നത്തിനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ ആരാധനയ്ക്ക് ശേഷം CEYF ആയിട്ട് ഓൺലൈൻ വഴി ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളെ അവിടെ നിടയാക്കിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ഭാഗത്തിൽ നോക്കാമെങ്കിൽ അനേകം യുവതീവാക്കൾ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വഴിതിരിഞ്ഞുള്ള ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ മക്കളൊക്കെയും ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തീയ ജീവിതത്തെ അടിസ്ഥാനമാക്കി ജീവിപ്പാൻ അവരെ ഈ നാളുകളിൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ഓൺലൈൻ വഴി ഭവനങ്ങളിലിരുന്ന് വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഈ ആരാധനയിൽ ഒരുമിച്ച് കൂടുവാൻ സഹായിച്ച് എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് ഞങ്ങളെ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈ നാളുകളിലൊക്കെ ഈ മിഷണറിയായി പ്രവർത്തിക്കുവാനും അനേകം വ്യക്തികൾക്ക് നല്ല ജീവിതങ്ങളെ കാഴ്ചവെപ്പാൻ പ്രിയമകനിലൂടെ അവിടെ നിന്നാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരു വ്യക്തിയായി ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആയിരിക്കാൻ ഇടയാക്കിയിരിക്കുന്നവർ ഞങ്ങൾ അത്യധികം സന്തോഷിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്നു കർത്താവേ. പ്രിയ മാതാവിൻ്റെ രോഗസംബന്ധമായ ആവശ്യങ്ങളുമായി കുടുംബമായി ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയ കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണമേ. ആശുപത്രിയിലായിരിക്കുന്ന മാതാവിന് സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണമേ. എത്രയും വേഗം സുഖം പ്രാപിച്ച ഭവനത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയ ദൈവം അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണമേ. അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ കൂടെ ഇരിക്കുന്നു അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണമേ. അവർക്ക് ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടുന്ന വഴി അവിടുന്ന് ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ സംഘടനയിലൊക്കെ നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകരെയും ഞങ്ങൾ രാജ്യശുശ്രൂഷകരെയൊക്കെ കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ. വ്യക്തി ജീവിതങ്ങളിലെ എല്ലാ ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമെന്ന് ചോദിച്ചില്ലാത്ത നന്മകളാൽ നിറയ്ക്കുമെന്ന് സമസ്തവും അങ്ങയുടെ കരങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കണമേ, തിരുരാജ്യം തരണമേ, തിരുസ്വർഗത്തെ പോലെ പോയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്താവ് സന്തോഷം കൊണ്ടിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളൂ. ഇന്നത്തെ യുവജനസഖ്യത്തിൻ്റെ ആരാധന ബാലജനസഖ്യ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ആരാധനയാണ്. ഇന്നത്തെ ആരാധന പ്രാർത്ഥിച്ച് ആരംഭിച്ചത് സ്നേഹമുള്ള ദീപു അച്ഛനാണ്. അച്ഛൻ ഛത്തീസ്ഗഡ് മിഷൻ ഫീൽഡിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്നേഹമുള്ള അച്ഛനെയും ഇന്നത്തെ യുവജനസഖ്യത്തിൻ്റെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം നമ്മൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നമ്മുടെ ഇന്നത്തെ ആരാധനയോടൊപ്പം തന്നെ ഒരു ക്ലാസ്സുകൾ നടത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇന്നത്തെ ആരാധന നമ്മുടെ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത് സ്നേഹമുള്ള ഡോക്ടർ അരുൺ സാറാണ്. സാറ് നമ്മുടെ ഇടവകയിലെ അംഗമാണ്. സാർ ഇപ്പോൾ ഐസറിൽ വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം ഈയിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ സാർ PhD കരസ്ഥമാക്കി. സാറിന് യുവജനസഖ്യത്തിൻ്റെ പേരുള്ള എല്ലാ ആശംസകളും ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ യുവജനസഖ്യത്തിൻ്റെ ആരാധനയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സാറിനെ സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം നമ്മുടെ ആരാധന ഫേസ്ബുക്ക് ലൈവിലൂടെയും നമ്മുടെ ആലയത്തിൽ കടന്നു വന്നും അതോടൊപ്പം ഗൂഗിൾ മീറ്റിലൂടെ വീക്ഷിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ക്ലാസ്സുകൾ നയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹമുള്ള ഡോക്ടർ അരുൺ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ ഞാൻ കടക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പുനർനിർവചിക്കപ്പെടേണ്ട ജീവിതം. പുനർനിർവചിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? പുനർനിർവചനം, അതർവൈസ് റീഡിഫൈനിങ്. ലൈഫ് ഹാസ് ടു റീഡിഫൈൻ. ഏതൊക്കെ രീതിയിൽ നമുക്ക് നിലവിലുള്ള ജീവിതത്തെ പുനർനിർവചിക്കാൻ പറ്റും? ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ച് ഒരുപക്ഷെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ധനമുണ്ടെങ്കിൽ നന്നായി ജീവിക്കാം, ഇല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ നല്ല ജീവിതം നയിക്കാം, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നല്ല ജീവിതം ഉണ്ടാകും. ലൈഫ് മേ ബി എക്സലന്റ്. നല്ലൊരു ജോബ്, ഗുഡ് ജോബ്. ഈസ് ഇറ്റ് ട്രൂ? അത് ശരിയാണോ? ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം നല്ലതാവുമോ? ഇതൊക്കെ തന്നെയാണോ ജീവിതത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് നമ്മൾ പലതവണ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിനൊരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് ആഗോളപരമായിട്ട് ഇതിനൊരു അവലോകനം നടത്തുകയും അതിലോട്ടൊരു കൺക്ലൂഷൻ എത്തുകയും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പല മേഖലകളിലെ റിവ്യൂസ് നോക്കി, പല റിവ്യൂസ്, പഠനങ്ങൾ ഞാൻ നോക്കി. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് സ്ട്രൈക്ക് ചെയ്ത ഒരു റിവ്യൂ ആയിട്ട് ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് തോന്നിയ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിലെ ഒരു ഫിസിയോളജിസ്റ്റ് ആൻഡ് ഈസ് ഓൾസോ എ ഫിലോസഫർ, ഒരു തത്വചിന്തകനാണ് ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാമിൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു റിസർച്ച് നടത്തി. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത്, ആ കൊട്ടേഷൻ ഇങ്ങനെയാണ്: വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. വെൻ ക്യാരക്ടർ ലോസ്റ്റ്, everything lost. When character lost, everything lost. വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ധനം. ധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, കുറച്ച് നഷ്ടപ്പെട്ടു. ബട്ട് അറ്റ്ലീസ്റ്റ് വെൻ ക്യാരക്ടർ ലോസ്റ്റ്, എവരിത്തിങ് ലോസ്റ്റ്. സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതമേ നഷ്ടപ്പെട്ടു. എനിക്ക് വളരെയധികം അന്വർത്ഥമായിട്ട് തോന്നിയ, ഒരു ജീവിതത്തുമായിട്ട് വളരെയധികം അടുപ്പം തോന്നിയ 3 സെന്റൻസുകളാണ്: ധനം, ആരോഗ്യം, ക്യാരക്ടർ, സ്വഭാവം. അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഇതില് ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്, അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത് ഞാനിങ്ങനെ നോക്കി. ധനം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. ജീവിക്കാൻ, നന്നായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ സന്തോഷപരമായിട്ട് ജീവിക്കാൻ. നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ധനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷപരമായിട്ട് ജീവിക്കുക.
അപ്പോൾ അതിന് ധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പറ്റുമോ ഇല്ലയോ? ധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് തിരിച്ചു പിടിച്ചുകൂടെ? ഇല്ലേ? തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മൾ സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച സമ്പത്ത് ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക്, ഇഫ് യു ആർ കേപ്പബിൾ ഇനഫ് ടു ടാക്കിൾ ദ സിറ്റുവേഷൻ, നീ ആ സാഹചര്യത്തെ അതിജീവിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീടേക്ക് ഇറ്റ്, അതിനെ തിരിച്ചു പിടിക്കാം, അല്ലേ? അതുകൊണ്ട് വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. ധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഒരു വൈഡർ സെൻസിൽ, വിപുലമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറയാം, അല്ലേ? സോ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. സോ സെക്കൻഡ് പോയിന്റ്, വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതാണെങ്കിൽ നമ്മുടെ ആരോഗ്യം ആണ്. സോ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അപ് ടു സർട്ടൺ എക്സ്റ്റെൻറ്റ്, ഒരു പരിധി വരെ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാം പറയുന്നത്, വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? എന്താണ് ഹെൽത്ത്? ആരോഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഹെൽത്ത്, ഞാൻ ഈ 3 സെന്റൻസുകൾ പറഞ്ഞല്ലോ, ഈ 3 എണ്ണത്തിൽ എനിക്ക് മേജർ വണ്ണായിട്ട് തോന്നിയത് ഹെൽത്താണ്. സോ അതിൽ ആണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഹെൽത്ത് എന്നുള്ളത് എങ്ങനെ ഈ സിറ്റുവേഷനിൽ വന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തത്. സോ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ്? ഒരുപക്ഷെ നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയായിരിക്കാം ഹെൽത്ത്, അല്ലേ? പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്, ഇഫ് എ പേഴ്സൺ ഈസ് ഹെൽത്ത് ബൈ ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യൽ വിൽ ബീയിങ്, ഇഫ് എ പേഴ്സൺ ഈസ് കംപ്ലീറ്റ് ഇൻ ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി ആൻഡ് ആബ്സെൻസ് ഓഫ് ഡിസീസ്, ഒരു മനുഷ്യൻ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും മാനസികമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും നല്ലതായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ആരോഗ്യം മാത്രമായിരിക്കും. അതല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്നത്, കായികമായിട്ടും ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. എന്താണ് ഫിസിക്കൽ ഹെൽത്ത്? ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരാളുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഒരു ദൈനംദിന ജീവിത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ആരോഗ്യത്തിനെ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ. അതിൽ തന്നെ പേഴ്സണൽ ഹെൽത്തും ഉണ്ട്, ജോബ് ഓറിയന്റഡ് ഹെൽത്ത്. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് പുള്ളിക്ക് വേണ്ട ഹെൽത്ത്, ആരോഗ്യം, കായിക ആരോഗ്യം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം എത്രമാത്രമായിരിക്കും? അത് നമുക്കൊരു ടീച്ചറിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ പുള്ളി രാവിലെ മുതൽ വൈകിട്ട് ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് ടോക്ക്, ഹി ക്യാൻ ഏബിൾ ടു മാനേജ് ദാറ്റ്. പക്ഷേ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് അത് പറ്റില്ല, അല്ലേ? അപ്പം ആ ഒരു ഹെൽത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഒരു കായികപരമായിട്ട് ജോലി ചെയ്യുന്ന ആൾ, ഒരു ലേബറർ, പുള്ളിയെ സംബന്ധിച്ച് ഉള്ള ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. അത് നമ്മുടെ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്കോ വേണ്ടതല്ല, അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ജോബ് ഓറിയന്റഡ് ആവും, അതുപോലെ തന്നെ ബേസിക് ഹെൽത്തും വരും, പേഴ്സണൽ ഹെൽത്തും വരും. ഇതാണ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഏത് നിലയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധാരണ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു ചെറിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഡയബറ്റിക്സ് എന്ന് പറയുന്ന രോഗം വളരെ കൂടുതലാണ്. അതൊരു ജീവിതശൈലി രോഗം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് നമുക്കറിയാം. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ് കാരണം? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഈസ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടാണ്. നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാതെ ഭക്ഷണം കഴിച്ച് അങ്ങനെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലായിട്ട് വരുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ മെയിൻ ആണ് ഡയബറ്റീസ്. ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമെന്ന് ചോദിച്ചാൽ 3ആണ്. മൊത്തം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും മൊത്തം 36 സ്റ്റേറ്റ് എന്ന് പറയാം ഉള്ള
ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഡയബറ്റിക്സ് റേഷ്യോ, അതായത് അറൗണ്ട് 8%, 100 പേരെടുക്കുവാണെങ്കിൽ 8 പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. ഗോവയ്ക്ക് നിയർലി ടു 9, അതായത് 9% ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട് ഗോവ. രണ്ടാമത് ആൻഡമാൻ നിക്കോബാറാണ്. ആൻഡമാൻ നിക്കോബാറും ഈ ഗോവയും എല്ലാം വളരെ ചെറിയ ചെറിയ കുഞ്ഞു സംസ്ഥാനങ്ങളാണ്. അത് കഴിഞ്ഞ് 3-ാം സ്ഥാനം കേരളത്തിനുണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ബെറ്റർ ആണെന്നുള്ള ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2006-2010 കാലഘട്ടത്തിൽ ഒരു ടോട്ടൽ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മുടെ കേരള സർക്കാർ ഒരു സർവേ നടത്തി, സമ്പൂർണ്ണ കായികക്ഷമതാ പരിശോധന. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പഠിക്കുന്ന കുട്ടികളെ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളുടെയും ഒരു ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മനസ്സിലാക്കിയത് 60% കുട്ടികൾക്ക് ബേസിക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കായികപരമായിട്ടുള്ള ആരോഗ്യം ഇല്ല എന്നുള്ളതാണ്. 40% കുട്ടികൾ മാത്രമേ ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ ഡയബറ്റീസ് എന്നുള്ള രോഗം വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും ഇത് വന്നിരിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി, നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെ ആയിപ്പോയി. സോ ഹെൽത്തിലെ ഒന്നാമത്തെ ഘടകം, അതായത് ഫിസിക്കൽ എബിലിറ്റി എന്നുള്ളത് അവിടെ നമ്മൾ നിൽക്കുന്നു. ഇതിനെന്താണ് സൊല്യൂഷൻ? അറ്റ്ലീസ്റ്റ് മിനിമം 1 മണിക്കൂറെങ്കിലും ഒരു ദിവസത്തിൽ എന്തെങ്കിലും കായികപരമായുള്ള ആക്ടിവിറ്റീസ്, സപ്പോസ് കൃഷിയാകാം, എന്തെങ്കിലും ഗെയിംസോ പിള്ളേരുമായിട്ട് ആരെങ്കിലുമായിട്ട് കളി, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് ഓവർകം ചെയ്യാം. ഓക്കെ, ഇപ്പം ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് മെച്ചം? ഒന്ന്, നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ, നമ്മുടെ ചിന്താരീതി എല്ലാം സ്പീഡാവുന്നു. അതുപോലെ ഡൈജഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആവുന്നു. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഫിസിക്കൽ ഹെൽത്ത് കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ അതുപോലെ വർക്ക് പ്രഷർ, നമ്മൾ ഈ ഒത്തിരി പ്രഷറുള്ള ഒരു ടെൻഷൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പം അത് ഒരു പരിധിവരെ നമ്മൾ ഈ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തിന് റിലീസ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ എന്തെങ്കിലും കുറച്ച് റിഫ്രഷിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇപ്പം ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കുട്ടികളുമായിട്ട് ഫൺ ഗെയിംസ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പരിധിവരെ നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സ്ട്രെസ് റിലീസിങ് അതിൽ കൂടെ ഉണ്ടാകാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഈ ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ ഹെൽത്തിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ. ഏത് രീതിയിൽ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തത് മെൻ്റൽ ഹെൽത്ത്. വാട്ട് ഈസ് മെൻ്റൽ ഹെൽത്ത്? മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് വരുന്ന ഒരു ഉദാഹരണമാണ്. 2 വർഷത്തിന് മുന്നേ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അതായത് ഇപ്പോൾ അന്ന് +2 കഴിഞ്ഞ് 95% മാർക്കിൽ എറണാകുളത്ത് ഒരു സ്കൂളിൽ പഠിച്ച് പാസ്സായ ഒരു കുട്ടി. ആ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ വർഷം എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്തില്ല, സീറ്റ് കിട്ടിയില്ല. അടുത്ത വർഷം റിപ്പീറ്റിന് പോയി. ഈ വർഷം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞ് ഈ വർഷവും ഗവൺമെൻറ് സീറ്റിൽ കിട്ടിയില്ല. ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ല. ആ കുട്ടിയുടെ തന്നെ ഈ 95% മാർക്ക് വാങ്ങിക്കാതെ 80% പോലും ഇല്ലാത്തൊരു കുട്ടി, അവരുടെ സ്കൂളുകളിലുള്ള ആ കുട്ടി ആദ്യത്തെ തവണ തന്നെ ക്ലിയർ ചെയ്യുകയും ഇപ്പോൾ 1 വർഷം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഈ കുട്ടിയുടെ പാരൻസും ഈ കുട്ടിയും കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ അത്ര പോലും മാർക്ക് മേടിക്കാത്ത ഒരാൾ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഷീ കാൺട്ട് ഏബിൾ ടു ഫേസ് ദ ഫെയിലുവർ. ആ പരാജയം, അല്ലെങ്കിൽ അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു കോഴ്സിനും പോകാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ട്? ഷീ കാൺട്ട് ഏബിൾ ടു അഡ്ജസ്റ്റ് ദ സിറ്റുവേഷൻ. വി കാൺ ഫേസ് ദ ഫെയിലുവർ, അല്ലേ? നമുക്ക് ആ ഒരു പരാജയം എന്ന് പറയാൻ പറ്റില്ല. 95% മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് അവൾ പ്രോപ്പർലി മെന്റലി ഇഫ് ഷീ ഈസ് കോമ്പറ്റന്റ് ഇനഫ് എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അവൾക്ക് സ്യൂട്ടബിളും എലിജിബിളുമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് പോയി അതിൽ എക്സൽ ചെയ്ത് ഷീ ക്യാൻ ഏബിൾ ടു പ്രൂവ് ഇറ്റ്, അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് അതിനെ തെളിയിക്കാൻ പറ്റിയേനെ. അതൊരു മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ ഇല്ലാത്തതിൻ്റെ പരിണിതഫലമാണ്. അവൾക്ക് ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ അവൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ വേറൊരു മേഖലയിൽ ഷൈൻ ചെയ്തേനെ, അല്ലേ? എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു ഉദാഹരണം, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ കൂടെ സഹപ്രവർത്തകനായിരിക്കുന്ന ഒരു
ഒരു ഉദ്യോഗസ്ഥൻ. പുള്ളിക്ക് ഒത്തിരി പ്രഷറുണ്ട്. പുള്ളിക്ക് ഈ ജോലി മേഖലയിലൊക്കെ ആണെങ്കിലും ഒത്തിരി സ്ട്രെസ്സുണ്ട്. പുള്ളി ഫുഡ് കൊണ്ടുവരും, ലഞ്ച് കൊണ്ടുവരും എല്ലാ ദിവസവും. കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് കഴിക്കാറില്ല. പുള്ളിയുടെ ജോലി തീരുന്നുമില്ല, ഫുഡ് കഴിക്കാനുള്ള സമയവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി പറയണ, സാറേ എനിക്ക് ഇപ്പം കഴിച്ച ഭക്ഷണം ഇറങ്ങത്തില്ല. പുള്ളി ഭക്ഷണം കൊണ്ടുവരുന്നു, അതുപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വൈകിട്ടൊരു ചായ കുടിച്ചാലായി. അതെന്തുകൊണ്ട് പറ്റുന്നു? പുള്ളിക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലോട്ട് വരാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? എല്ലാവരും അവിടെ ജോലി ചെയ്യുന്നവരാണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രഷറുണ്ട്, ഒരേപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കണം. എന്നിരുന്നാലും പുള്ളിയെ കൊണ്ട് അത് പറ്റുന്നില്ല. പുള്ളിക്ക് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ പല പല രോഗങ്ങൾ വന്നു, അത് വേറൊരു വശം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ പുള്ളിക്ക് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റാത്തത്. ഇതിനെയാണ് ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അല്ലാതെ മാനസികാരോഗ്യം ആരോഗ്യം ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് നമ്മൾ പറയുമ്പോൾ വേറൊരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ സമൂഹം കാണുന്നത്. അതല്ല, നമ്മുടെ സാധാരണക്കാരിൽ തന്നെ ഹൗ കേപ്പബിളി ഹി ക്യാൻ ഏബിൾ ടു ഹാൻഡിൽ എ സിറ്റുവേഷൻ. ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ ഏത് രീതിയിൽ തരണം ചെയ്യുന്നു, അതിജീവിക്കുന്നു എന്നുള്ളതിനെയാണ് ഈ മെന്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ മെന്റൽ ഹെൽത്തിന്റെ വേറൊരു ഭാഗമാണ് ഈ സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്ക് മാത്രമാണ്. അതൊരു ജനറൽ ടെർമിനോളജിയാണ് ഈ സെൽഫ് മോട്ടിവേഷൻ. എല്ലാ കാര്യത്തിനോടും നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ സെൽഫ് മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള വാക്ക് നമുക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനേക്കാൾ ഉപരി ഇന്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായിരിക്കണം വേണ്ടത്. കാരണം ഇന്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എനിക്കൊരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഏബിൾ ടു പ്രൂവ് ഇറ്റ്. എനിക്കത് തെളിയിക്കാൻ പറ്റും. നിങ്ങളൊരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്കൊരു ഇൻബോൺ ടാലന്റ്, ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാനുള്ള കഴിവ് എപ്പോഴാണെങ്കിലും ലഭിക്കും. അത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഇന്റേണൽ ഇൻസ്റ്റിങ്, ഉള്ളിൽ നിന്ന് അടങ്ങാനാവാത്ത ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം ഡെവലപ്പ് ചെയ്യണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാർഗറ്റുകൾ അല്ലെങ്കിൽ അച്ചീവ്. ഫോർ എക്സാമ്പിൾ യേശുദാസ് ആണെങ്കിലും ഈ അമിതാഭ് ബച്ചൻ ആണെങ്കിലും ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി ട്രയൽസ് കൊടുത്ത ആൾക്കാരാണ്. അവരെ അന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഓൾ ഇന്ത്യ റേഡിയോയിൽ റിജക്റ്റ് ചെയ്ത വ്യക്തികളാണ് ഈ യേശുദാസും അമിതാഭ് ബച്ചനും ഒക്കെ. അവരെന്നിട്ട് എന്തായി? ഒരു പക്ഷെ അവർ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നിരുന്നുവെങ്കിൽ അവരവിടെ നിന്ന് റിട്ടയറായി പോയാൽ അതിനപ്പുറത്തായിട്ടൊന്നും സംഭവിക്കില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വി ഹാവ് ടു പ്രൂവ് ഇറ്റ് അറ്റ് എനി സർക്കംസ്റ്റൻസസ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്ത് അതിനെ തെളിയിച്ചിരിക്കണം. നമ്മൾ എങ്ങനെയൊക്കെ പോയാലും നമ്മൾ തിരിച്ച ആ ഫീൽഡിൽ തന്നെ പ്രൂവ് ചെയ്ത് തെളിയിക്കാനുള്ള ഒരു ഇന്റേണൽ ഇൻസ്റ്റിങ്. ഇറ്റ് ഈസ് നോട്ട് എ സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ടൈം, നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജീവിക്കുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് സെൽഫ് മോട്ടിവേഷൻ വേണം. പക്ഷേ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരിക്കലും അടങ്ങാനാകാത്ത രീതിയിലുള്ള ഇന്റേണൽ അർജ്, അതാണ് ഈ ഇന്റേണൽ സെൽഫ് മോട്ടിവേഷൻ, ഇന്റേണൽ ഇൻസ്റ്റിങ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണും. അപ്പോൾ ഇതിൽ ഹെൽത്തിൽ 2 ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, 2 മെന്റൽ ഹെൽത്ത്. ഇനി മൂന്നാമത്തത് സോഷ്യൽ വെൽബീയിങ്. സോഷ്യൽ വെൽബീയിങ്നെസ്. സോഷ്യൽ വെൽബീയിങ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ അക്സെപ്റ്റൻസ്. ഇപ്പം ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നു. മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ വിൽക്കാനിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇടപഴകുന്ന ഒരു രീതിയുണ്ട്, അല്ലേ? അത് ആയിരിക്കില്ല ഒരുപക്ഷെ ഞാൻ വീട്ടിൽ പോയി കുഞ്ഞുങ്ങളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതി. അത് തന്നെ ആയിരിക്കില്ല ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ എൻ്റെ താഴെ ജീവനക്കാരായിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇടപഴകുന്നത്. അതേ രീതിയല്ല എൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ ഇടപഴകുമ്പോഴും ഉള്ളത്, അല്ലേ? അപ്പം ഓരോരോ മേഖലകളിൽ നമ്മൾ ഓരോരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ഒരു റോൾ പ്ലേ, ഇതിന് പറയുന്നതാണ് റോൾ റിലേറ്റഡ് ബിഹേവിയർ. റോൾ റിലേറ്റഡ് ബിഹേവിയർ. ഓരോരോ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായി നമ്മൾ ഓരോരോ രീതിയിൽ പ്രതികരിക്കുകയും ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിന് ഈ സൊസൈറ്റി നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഇരിക്കുന്ന രീതിക്ക് ഒരു മാർക്കറ്റിൽ പോയി
ഫിഷ് വാങ്ങിക്കുന്ന സമയത്തിന് സംസാരിക്കാനോ ഇടപെടാനോ പറ്റില്ല. ദേ വിൽ റിജക്ട് മീ. അവരൊരിക്കലും എന്നെ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഓരോരോ സിറ്റുവേഷൻ, റോൾ റിലേറ്റഡ് ബിഹേവിയർ നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മുടെ സോഷ്യൽ വെൽബീയിങ്നെസ്. സമൂഹവുമായി നമ്മൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ സമൂഹം നമ്മളെ എങ്ങനെ എടുക്കുന്നു എന്നതിനകത്ത് പലർക്കും ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഹെൽത്തിൻ്റെ മെയിൻ ഫാക്ടറാണ്. കാരണം എനിക്കറിയാം, പല ആൾക്കാർക്കും പല സാഹചര്യങ്ങൾ, അവർക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റില്ല, അവർക്ക് വേറെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ. ഇത് അവർക്ക് ആ ഒരു റോൾ ആക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ ദർ ഈസ് എ റെസ്ട്രിക്ഷൻ ഇൻ ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് ദ പേഴ്സൺ. സോ റോൾ റിലേറ്റഡ് ബിഹേവിയർ അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് they are failures at that time. So നമുക്ക് എന്ത് പറയാം, സോഷ്യൽ വെൽബീയിങ്നെസ് എന്നുള്ള ആസ്പെക്ട്സ് they are failure. അപ്പോൾ നമ്മൾ ഈ ഹെൽത്തിൽ 3 ഫാക്ടേഴ്സ് ക്ലിയർ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ വെൽബീയിങ്നെസ്. ഇപ്പം നമ്മൾ വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്നെസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണും. ലാസ്റ്റ് വൺ, ക്യാരക്ടർ എന്നുള്ളത്. ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഹെൽത്തിൻ്റെ തന്നെ വേറൊരു ആസ്പെക്റ്റാണ്, ഔട്ട്പുട്ടാണ്. നമ്മൾ ഈ മാനസികമായിട്ടും സാമൂഹികപരമായിട്ടും ശാരീരികമായിട്ടും ഇഫ് യു ആർ കോമ്പിറ്റന്റ് ഇനഫ്, കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാരക്ടർ വിൽ ബി എ പോസിറ്റീവ് വൺ. ദർ ഇസ് നോ ഡൗട്ട്. ഡെഫിനറ്റ്ലി ഹി ക്യാൻ ഏബിൾ ടു അച്ചീവ് ദ ടാർഗറ്റ് ഓൾസോ. അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ ബ്രിഡ്ജ്. ഇതൊരു ക്യാരക്ടറിനും വെൽത്തിനും ലൈഫിനും ഒരു ബ്രിഡ്ജാണ്, പാലമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ വാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടിനുപരിയായിട്ട് ഈ 3 ആസ്പെക്ട്സ് കൂടെ ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ ഇറ്റ്സ് ആക്ട് ലൈക്ക് എ ബ്രിഡ്ജ്, ഒരു പാലം പോലെ വർക്ക് ചെയ്യുന്നു. സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ജീവിതം ഏത് രീതിയിൽ രൂപപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനർനിർവചനം, ലൈഫ് ഹാസ് ടു റീഡിഫൈൻ. നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഏത് രീതിയിൽ നമ്മൾ മാറ്റണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനമായി തുടങ്ങിയ ആ ഭാഗത്തിലേക്ക് എത്തുന്നു. ബില്ലി ഗ്രഹാം പറഞ്ഞതുപോലെ, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ആൻഡ് ക്യാരക്ടർ ലോസ്റ്റ്, ഓൾ ഈസ് ലോസ്റ്റ്, ഓർ എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് ഈ ഒരു സാഹചര്യം, ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഇതിൻ്റെ CAF സംഘാടകരോടും ഇവിടുത്തെ ശുശ്രൂഷകന്മാരോടും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ സ്നേഹമുള്ള അരുൺ സാറിന് യുവജനസിക്കതിൻ്റെ പേരിലുള്ള എല്ലാ സ്നേഹവും നന്ദി സമയം അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ റവറൻഡ് ദീപു അച്ഛനോടുള്ള നന്ദി സ്നേഹവും സമയം അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛൻ്റെ പ്രാർത്ഥനയോട് ആശീർവാദത്തോടെ നമുക്ക് ഇന്നത്തെ ആരാധന അവസാനം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്ന് പ്രിയ സാറിലൂടെ ഞങ്ങളോടൊന്ന് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കുമാറാകണമേ. ഇതിന് നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഫലമുള്ളവരായി തീരുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്ന് ക്ലാസ്സിന് നേതൃത്വം നൽകിയ സാറിനയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളുകളിൽ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തുടർന്ന് കർത്താവെ, അനേകം വ്യക്തികൾക്ക് ഒരു മോട്ടിവേറ്ററായി തീരുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതോടൊപ്പം തന്നെ ഇന്ന് ഓൺലൈൻ ആരാധനയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചിന്തിച്ചതായ ഓരോ വചനവും ഓരോ ചിന്തകളും ദൈവനാമം മഹത്വപ്പെടുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. തുടർന്നുള്ള ജീവിതയാത്രയിലും അങ്ങയുടെ സാന്നിധ്യം ഓരോരുത്തരോടും കൂടിയിരിക്കുമാറാകണമേ. പ്രാർത്ഥനയോടുകൂടി ഈ യുവജന സംഘടന ആരാധന അവസാനിപ്പിക്കട്ടെ. ദൈവിക സാന്നിധ്യം ഓരോരുത്തരും പകരണമേ. സകലവും ദൈവ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് അനുഗ്രഹം നാം എല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.